ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഷിഫ്റ്റ്സ് അൺഎക്സ്പ്ലെയിൻഡ്, സിസ്റ്റം ഓഫ് ഷഫ്ലിംഗ് ഹൈക്കോർട്ട് ജഡ്ജസ് വിത്തൗട്ട് കൺസെൻറ്റ് നീഡ്സ് റീകൺസിഡറേഷൻ. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്? ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ ട്രാൻസ്ഫറും അതിൻ്റെ പിന്നിലുള്ള പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഷിഫ്റ്റുകൾ അൺഎക്സ്പ്ലെയിൻഡ് ആണ്, അതുകൊണ്ട് അത് റീകൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം വേഗമായിട്ട് റാൻഡമായിട്ട് ഹൈക്കോർട്ട് ജഡ്ജ്, ചീഫ് ജസ്റ്റിസുകൾ അല്ലെങ്കിൽ ജഡ്ജസിനെ മാറ്റുന്നത് ഒരു റീകൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ അത് ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ബാധിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ കൺസേൺസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കോടതികളിൽ ഇപ്പോൾ ജഡ്ജസിനെ നിയമനം അതുപോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ ബന്ധപ്പെട്ട് കൊളീജിയൻ സിസ്റ്റമാണ് ഉള്ളത്. ദ കോമൺ ക്രിറ്റിസിസം ദാറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ കൊളീജിയൻ സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് ഈസ് ഒപ്പേക്ക് ആൻഡ് സംടൈംസ് ആർബിട്രറി സീംസ് ടു ഹോൾഡ് ഗ്രേറ്റർ വാലിഡിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് ഫ്രം വൺ ഹൈക്കോർട്ട് ടു അനദർ. അപ്പോൾ കൊളീജിയൻ സിസ്റ്റം തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല, ഒപ്പേക്കാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളിക്കളയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും എന്താണ്, ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊളീജിയം സിസ്റ്റമാണ്. അപ്പോൾ ട്രാൻസ്ഫർ ആണ് പറയുന്നത്, ഇപ്പോൾ ജഡ്ജസിൻ്റെ ട്രാൻസ്ഫർ ആണ് പറയുന്നത്. അപ്പോൾ അത് കുറേ കൂടെ കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺട്രവേഴ്ഷ്യൽ ആവുന്നത്? കാരണം പല ആൾക്കാരെയും ആർബിട്രറി ആയിട്ട് അല്ലെങ്കിൽ വേഗമായിട്ട് ഒരു തരത്തിലുള്ള കൺസിഡറേഷനോ മാനദണ്ഡമോ ഇല്ലാതെയാണ് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഒരു ഇൻഡിപെൻഡൻസിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യും, ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്ന് പറയുന്നത്. നോ ഗുഡ് മെസ്സേജസ് ബീങ് സെൻഡ് ഇഫ് it is perceived that the collegium heeds the demand made by one set of lawyers but ignores the other group. അപ്പോൾ ചില ആൾക്കാരെ സംരക്ഷിക്കും, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആർബിട്രേറ്റിലെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ നടപടികൾക്ക് വിധേയമാവേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരു നല്ല മെസ്സേജ് അല്ല ജുഡീഷ്യറിയെക്കുറിച്ച് ഉയർന്നു വരുന്നതെന്ന് വേണം പറയാൻ. ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് മേ ബി നീഡഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ടാലൻറ്റ് അക്രോസ് ദ കൺട്രി ആൻഡ് ടു പ്രിവെൻറ്റ് ദ എമർജൻസ് ഓഫ് ലോക്കൽ ക്ലിക്സ് ഇൻ ദ ജുഡീഷ്യറി. അപ്പോൾ പൊതുവേ ഒരാളൊരു സ്ഥലത്ത് ഡോമിനൻ്റ് ആവാൻ സമ്മതിക്കാതെ ടാലൻറ്റ് പോളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ട്രാൻസ്ഫറുകൾ നടക്കുന്നതെന്ന് പറയുന്നത്. ഹൗവർ ദ പവർ ഓഫ് ട്രാൻസ്ഫർ ഹാസ് ഓൾവേസ് ബീൻ സീൻ ആസ് എ പോസിബിൾ ത്രെറ്റ് ടു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള പവർ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, ഈ ജുഡീഷ്യറിൻ്റെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ദ മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ ഇസ് ക്ലിയർ ദാറ്റ് എ ജഡ്ജ് കൺസെൻറ്റ് ഇസ് നോട്ട് നെസസറി ടു എഫക്റ്റ് ട്രാൻസ്ഫർ. മാത്രമല്ല മെമ്മോറാണ്ടം പറയുന്നത് എന്താണ്, ഒരാളുടെ ട്രാൻസ്ഫറിന് അയാളുടെ കൺസെൻറ്റ് ആവശ്യമില്ല, ആ ജഡ്ജിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. കറണ്ട് നോം ഈസ് ദാറ്റ് ഓൾ ട്രാൻസ്ഫേഴ്സ് ഔട്ട് ടു ബി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് ഫോർ ദ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പോൾ ട്രാൻസ്ഫേഴ്സ് എന്തിനാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്? ബെറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും നല്ല കൺട്രോളും അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റിലും പൊതു താല്പര്യത്തിനും അനുസരിച്ചാണ് ട്രാൻസ്ഫറുകൾ വരുന്നത് എന്നാണ് നോർമലി പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ സേസ് ദാറ്റ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ ജഡ്ജ് ഇൻക്ലൂഡിംഗ് ഹിസ് പ്രിഫറൻസ് ഓഫ് പ്ലേസ് ഷുഡ് ഇൻവേരിയബിളി ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ പൊതുവേ പേഴ്സണൽ താല്പര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യണം ട്രാൻസ്ഫറിനെന്ന് പറഞ്ഞാലും അത് ആരും കൺസിഡർ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല ഒരു ആർബിട്രറി ആയിട്ടില്ല, പ്രത്യേകിച്ച് ഒരു നോംസോ അല്ലെങ്കിൽ പ്രൊസീജിയറോ ഇല്ലാത്ത ട്രാൻസ്ഫറുകൾ എപ്പോഴും എന്താണ്, ജുഡീഷ്യറിൻ്റെ മുകളിലൊരു ഒപ്പേക്നെസ്, ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ, സുതാര്യതയില്ലായ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ ട്രാൻസ്ഫറുകൾ ശ്രദ്ധിക്കേണ്ടതാകും, റീകൺസിഡർ ചെയ്യേണ്ടതാണെന്നാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്.